ജിൻഡോ ജോൺ, ഈ അധോലോക ബന്ധം ചെങ്കുടിക്ക് അപമാനമാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം വന്നതിന് തൊട്ടു പിന്നാലെ UDF കൺവീനർ MM ഹസൻ ആദ്യം നടത്തിയ പ്രതികരണം അദ്ദേഹം UDFിലേക്ക് CPIയെ ക്ഷണിക്കുകയാണ്. നേരത്തെ ഈ ചർച്ചയിൽ ശ്രീ സെബാസ്റ്റ്യൻ പോൾ നമ്മളോട് പറഞ്ഞു, CPIയുടെ വിമർശനം എന്നത് ഒരു വിധ്വംസക പ്രവർത്തനമായി കാണേണ്ടതില്ല. കാരണം പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ ഇടതുമുന്നണി സംവിധാനത്തിനകത്ത് തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന CPIയുടെ വിമർശനത്തെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ വിമർശനമായി പരിഗണിക്കാം. ആ ഒരു ആനുകൂല്യം എന്തുകൊണ്ടാണ് UDF നൽകാതെ ഉടൻ തന്നെ അതിനകത്ത് ഒരു മുന്നണിയിലേക്ക് ക്ഷണിക്കാൻ പാകത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത നിങ്ങൾ നോക്കിയത്? CPMന് ശരിയാണ്, ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടിയുടെ കാര്യകാരണങ്ങൾ പാർട്ടിയുടെ നേതൃതലങ്ങളിൽ പരിശോധിക്കപ്പെടുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ശരിയാണ്. അതിനെക്കുറിച്ചുമുള്ള സംവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചത് അല്ലെങ്കിൽ UDF ശ്രമിക്കുന്നത് CPIയെ അടർത്തിക്കൊണ്ടുവരാനാണോ? CPMന് എതിരെ ഉയരുന്ന ഈ വിമർശനങ്ങളെയും എങ്ങനെയാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് കാണുന്നത്? അല്ല ഗോപി, ഇതിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായങ്ങൾ, CPMൻ്റെ സൈബർ സഖാക്കന്മാർ അധോലോക കാര്യസ്ഥ പണിയാണ് ചെയ്യുന്നത്, കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാനക്കേടാണ് തുടങ്ങിയ പ്രസ്താവനകളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷത്ത് LDF സർക്കാരിലോ പക്ഷത്തോ ഒന്നും CPI പറയുന്ന ന്യായങ്ങൾക്ക് ഒരു സ്പേസ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ പ്രയാസങ്ങളുണ്ടെങ്കിൽ കുറേ കൂടി അവർക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന, അവർ പറയുന്ന ആശയങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ കുറെ കൂടി യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖല കോൺഗ്രസിലോ UDFിലോ ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ ക്ഷണം വരുന്നത്. അത് അവർ സ്വീകരിക്കണമെന്നില്ല. അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്, അവർക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആത്മാർത്ഥത ഇപ്പോൾ MN കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ തന്നെ നമ്മളും സംശയിക്കുന്നുണ്ട്. കാരണം ഈ 8 വർഷക്കാലം CPI CPMൻ്റെ ഒപ്പം ഇടതുപക്ഷ LDF സർക്കാർ, ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റില്ല, LDF സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഭാഗമായിട്ടിരുന്നതാണ്. ഈ കാലം അത്രയും CPIയുടെ നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായില്ല. കാരശ്ശേരി മാഷ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ CPIയുടെ 4 മന്ത്രിമാർ ഈ മന്ത്രിസഭയിലുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രി, 10-21 പേരുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രി എത്ര പേരെ ജനങ്ങൾക്ക് അറിയാമെന്ന് പോലും അറിയില്ല. പല മന്ത്രിമാരുടെ പേര് ജനങ്ങൾക്ക് അറിയില്ല. പലരും ഏത് വകുപ്പാണ് ഭരിക്കുന്നതെന്ന് അറിയില്ല. അറിയുന്ന മന്ത്രിമാരെയൊക്കെ കുന്തവും കുടച്ചക്രമാണ് ഭരണഘടന എന്ന് പറയുന്ന സജി ചെറിയാനോ, അല്ലെങ്കിൽ വയറ്റിൽ കത്രികയുമായിട്ട് പോകുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് ആക്ഷേപിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജോ, അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നാട്ടുകാർ അറിയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയെ. അപ്പോൾ ഏത് വകുപ്പാണ് ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലം എടുത്താൽ, 1ാം പിണറായി സർക്കാരിൻ്റെ നേട്ടം കൊണ്ടാണെന്നുള്ള ഇവർ പറയുന്നത് 2ാം പിണറായി സർക്കാർ വന്നത്, നേട്ടവും കോട്ടവും നിൽക്കട്ടെ, 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏത് മന്ത്രിയാണ് CPMൻ്റെ അല്ലെങ്കിൽ CPIയുടെ സാധാരണ പ്രവർത്തകർക്ക് പോലും ഞങ്ങളുടെ മന്ത്രിയാണെന്ന് അഭിമാന പുരസ്സരം പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ ഈ കൂട്ടത്തിൽ? ഞാൻ പറയുന്നത് ഇത് പിണറായിയുടെ ശൈലി തിരുത്തുന്നതിൻ്റെ മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്ത കേട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നാണക്കേടെന്ന് ബിനോയ് വിശ്വത്തിന് തോന്നുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വെളിപാടായിട്ട് കരുതല്ലേ നമ്മളാരും. കാരണം ആലപ്പുഴ ജില്ലയിൽ വലിയ ചർച്ച നടന്നില്ലേ, അധോലോക പ്രവർത്തനത്തിൻ്റെ, മാഫിയ പ്രവർത്തനത്തിൻ്റെ, മയക്കുമരുന്ന് ലോബിയുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് CPMൻ്റെ അധികാര ശ്രേണിയിലേക്ക് സാധാരണ പ്രവർത്തകർ വരെ കടന്നു കയറുന്ന സാഹചര്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിഭാഗീയതയുമായിട്ട് പോകുന്നു. അവിടെ മുൻ മന്ത്രിയായിട്ടുള്ള CPMൻ്റെ മികച്ച നേതാവായിട്ടുള്ള G സുധാകരനെ പോലുള്ള ആളുകളും അവിടുത്തെ MLA ഒക്കെ തമ്മിൽ പരസ്യ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ തടസ്സം ചെയ്യുന്ന ലോക്കൽ കമ്മിറ്റി, ഒരാളുടെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ വട്ടം കൊടിമരം നട്ടുന്ന ബ്രാഞ്ച് കമ്മിറ്റി, ഇവരൊക്കെ എന്ത് സന്ദേശം കൊടുക്കുന്നത്? ഇത് കേരളത്തിലെ എമ്പാടും CPMൻ്റെയും ഈ പറഞ്ഞ LDF നയത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന, ഇവർക്ക് ശക്തിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇവർ ഈ അക്രമവും അതിക്രമവും നടത്തുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് മോദി സർക്കാരിനെ, സംഘപരിവാർ നയങ്ങളെ എതിർക്കുന്നു? നമ്മൾ മോദിയെയും നരേന്ദ്രമോദിയുടെ സർക്കാരിനെയും എതിർക്കുന്ന ആ നയങ്ങളുടെ കാർബൺ കോപ്പി ആയിട്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ ഭരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കാതെ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ലൈവായിട്ട് വന്ന് പത്രസമ്മേളനം വിളിക്കാൻ ധൈര്യം കാണിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ധാർഷ്ട്യം കാണിക്കുന്ന പിണറായി വിജയനിലേക്കുള്ള ദൂരം അധികമില്ല, ചെറിയ ദൂരമേ ഉള്ളൂ. ഒന്ന് BJPയുടെ നേതാവാണ്, ഒന്ന് CPMൻ്റെ നേതാവാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് നവകേരള സദസ്സിനെ. ഡോക്ടർ ജിൻഡോ, ഞാൻ അതിനകത്ത് എൻ്റെ ചോദ്യം, അതായത് പിണറായി വിജയന്റെ ശൈലിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാരണമായി കോൺഗ്രസും കാണുന്നതെങ്കിൽ, അവരുടെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ തിരിച്ചടിയുടെ കാരണമായി കാണുന്നതെങ്കിൽ, ഈ ശൈലി തന്നെയാണ്
മുൻപുമുണ്ടായിരുന്നത്. ഈ ശൈലി തന്നെയാണ് പിണറായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശൈലി നിൽക്കുമ്പോൾ തന്നെയാണ് തുടർഭരണം എന്നത് കേരളത്തിൽ സാധ്യമാകുന്നത്. അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? അതോ കേരളത്തിൻ്റെ ഗവേണൻസ്, കേരളത്തിൻ്റെ ഭരണശൈലിയും ഭരണരീതികളും കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒന്നായിരുന്നില്ല എന്ന തരത്തിലാണോ? അപ്പോൾ നിങ്ങൾ കേവലം വ്യക്തി കേന്ദ്രീകൃതമായ നിങ്ങളുടെ വിമർശനങ്ങളെയും ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും ഒക്കെ അതിലേക്ക് ചുരുക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഗോപി, അതിനെ നമ്മൾ അങ്ങനെ കാണരുത്. പിണറായി വിജയന്റെ ശൈലി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ ശൈലി എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സർക്കാർ LDF സർക്കാരും LDFും എന്ന് പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയും അത് പിണറായി വിജയനിലേക്ക് ചുരുക്കപ്പെട്ടു. ഇവിടെ കമ്മ്യൂണിസം ഇല്ല. ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ തകർക്കപ്പെട്ടു എന്ന്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു എന്നല്ല ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടുത്തെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത കാലത്ത് നവകേരള സദസ്സ് എന്ന് പറഞ്ഞ കെട്ടുകാഴ്ച നടത്തുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇളിഞ്ഞ ചിരിച്ചിരിക്കുന്ന ഒരു ആഭ്യന്തര ഉപമന്ത്രി കേരളത്തിന് ഭൂഷണമാണോ? ഇവിടെ പിണറായി വിജയന്റെ ശൈലിയല്ല, ഈ സർക്കാരിന്റെ ശൈലി തന്നെയാണ്. പിണറായി വിജയൻ ഈ സർക്കാർ മുഖമാണ്, മുഖചിത്രമാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ മുഖം വെച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പരസ്യങ്ങൾ അച്ചടിച്ച് ഈ ബോർഡുകൾ അടിച്ച് കേരളത്തിന്റെ തെരുവീതികളിൽ നിരത്തി വെച്ചത് ഈ സർക്കാരിന്റെ മുഖമാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ശൈലി തിരുത്തണം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നയം തിരുത്തണം, അതുപോലെ തന്നെ LDFന്റെ നയം തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാസപ്പടി വന്നു, ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മറിയക്കുട്ടി 1600 രൂപ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഹൈക്കോടതി കയറി ഇറങ്ങിയത്. അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്തുകൊണ്ടാണ് ഹൈക്കോടതി പോയത്? അവരുടെ കമ്പനിയിലേക്ക് വന്ന, അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്ന മാസപ്പടിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കേരളീയം നടത്തുന്നത് എവിടെയാ? ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെ 5-6 മാസത്തെ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്ത് കേരളീയം നടത്തുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ശൈലി മാത്രമല്ല, പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ ശൈലി, പാവപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടും കാണാതെ നടക്കുന്ന ആളുകൾ, ഇവരൊക്കെ മുന്തിയ മുതലാളിമാരെ കാണാൻ പോകുന്നു. പാവപ്പെട്ട സഖാക്കന്മാരുടെ, ഞങ്ങൾ പൊതുജനങ്ങളുടെ കാര്യം പറയണ്ട, പാവപ്പെട്ട സഖാക്കന്മാരുടെ ഒരു കൊടി കണ്ടാൽ, ഒരു ചുമന്ന നിറം കണ്ടാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് വിചാരിച്ച് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് തൊണ്ട പൊട്ടി വിളിക്കുന്ന സാധാരണ CPMന്റെ CPIയുടെ സഖാക്കന്മാർക്ക് നീതി കൊടുക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരുടെയോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ പാർട്ടിയും ജാതിയും മതവും ഇല്ലാത്ത ആളുകളുടെ കാര്യം വിട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇവർക്ക് വേണ്ടി ബൂത്തിൽ പ്രവർത്തിക്കുകയും ഇവർക്ക് വേണ്ടി തല്ല് മേടിക്കുകയും ചുമരെഴുതുകയും മുദ്രാവാക്യം ചെയ്യുന്ന എത്ര ആളുകൾക്ക് സംതൃപ്തി കൊടുക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്? പ്രതിഷേധിക്കുന്ന ആളുകളെ, വിമർശിക്കുന്ന ആളുകളെ വിവരദോഷി എന്ന് വിളിക്കുന്ന ശൈലി തിരുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിണറായി വിജയന്റെ ശൈലി തിരുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണ്ടേ? ഡൽഹിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്ന സ്പീക്കറും കേരളത്തിൽ അതിന് സമാനമായിട്ട് നടപടി സ്വീകരിക്കുന്ന സ്പീക്കറും ഒരേ ശൈലി തന്നെയല്ലേ? പിണറായി വിജയന്റെ ശൈലി മാത്രം തിരുത്തിയാൽ പോരാ. അപ്പോൾ ഇവരുടെ മൊത്തത്തിലുള്ള ശൈലിയാണ് തിരുത്തേണ്ടത്. ഈ ശൈലി തിരുത്തിയില്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ സമഗ്രമായിട്ടുള്ള തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. സാമ്പത്തിക രംഗത്തെ, സാമൂഹ്യ രംഗത്തെ, മൊത്തം രാഷ്ട്രീയ രംഗത്തെ കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നയിക്കാനാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് സർക്കാരിനെ തിരുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിച്ച മാർഗം. ഈ 18 സീറ്റിൽ ഇവർ 18 സീറ്റിൽ ഇവർ പരാജയപ്പെടുമ്പോൾ അതിൽ എന്താ ഇവർ മനസ്സിലാക്കേണ്ടത്? ഇവരെ തിരുത്താനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. പി രാജീവ് എന്ന് പറഞ്ഞില്ലേ, കോൺഗ്രസിനോടൊപ്പം ദേശീയ തലത്തിൽ സഖ്യം ചേർന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതെന്ന്. കോൺഗ്രസിനോടൊപ്പം ദേശീയ തലത്തിൽ സഖ്യം ചേർന്നത് കൊണ്ടാണ് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. രാജസ്ഥാനിലടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 39,000 വോട്ട് കിട്ടിയ സീറ്റിൽ ഇപ്രാവശ്യം 6,51,000 വോട്ടിലധികം നേടിക്കൊണ്ട് CPMന്റെ സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ ജയിക്കുമ്പോൾ, അവരുടെ ചിഹ്നം സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത ആളാണ് പി രാജീവിനെ പോലുള്ള ആളുകൾ. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനോടൊപ്പം ചേർന്നത് കൊണ്ടാണ് CPMനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ആർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്? കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യുന്നു. CPMനെതിരെ വോട്ട് ചെയ്തത് കോൺഗ്രസിന് കൂടെ ചേർന്നത് കൊണ്ടാണ് അത്ര വോട്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്ത് ലോജിക്കാണ് ഇവരൊക്കെ പറയുന്നതിലുള്ളത്? ഇവർക്ക് ഒരു തിരുത്തലും നടത്താൻ തയ്യാറല്ല. ഇവർ തിരുത്തൽ നടത്താൻ തയ്യാറല്ല എന്നുള്ളതിന്റെ തെളിവാണ് പി രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ്, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇവരിങ്ങനെ ഓരോ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും കഴിയുമ്പോൾ നമ്മൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താ? വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്ന എന്താ? വലിയ വിമർശനങ്ങളുണ്ട്. വിമർശനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയല്ലേ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ തുറന്നുവിടാനുള്ള പണി നടത്തുന്നത്? എന്നിട്ടും ഈ ദിവസങ്ങളിൽ പോലും LDFന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് ന്യായീകരിക്കുന്നു. സൈബർ സഖാക്കന്മാർ അധോലോകക്കാരുടെ കാര്യസ്ഥ പണിയെടുത്തുകൊണ്ട് ഇപ്പോഴും ന്യായീകരണം തുടരുന്നു. ഈ പാർട്ടിയിൽ ആത്മാർത്ഥതയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ശേഷി കാണിക്കണ്ടേ? പിണറായിലെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ പരിശോധിക്കാം.